ആ തട്ടിപ്പിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകും മുമ്പ് സംസ്ഥാനത്താദ്യമായി ഭരണ തുടർച്ചയുണ്ടാകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF-ന് അടിതെറ്റി. ആ വീഴ്ചയ്ക്ക് കാരണം സോളാർ വിവാദം ആയിരുന്നു. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച സോളാർ വിവാദം ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്കും കോട്ടം വരുത്തി. ടീം സോളാർ എന്ന കമ്പനി വഴി സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് വൻതോതിൽ പണം തട്ടി എന്നതായിരുന്നു ആ കേസ്. ആ തട്ടിപ്പിന്റെ കേന്ദ്ര ബിന്ദുക്കളായിരുന്നു ബിജു രാധാകൃഷ്ണനും സരിത നായരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ചിലരുടെ സഹായത്തോടെ തട്ടിപ്പ് നടത്തിയെന്നും ഫോൺ കോളുകൾ വഴി പല പ്രമുഖരെയും വലയിൽ വീഴ്ത്തിയെന്നും സരിത മൊഴി നൽകിയതോടെ രാഷ്ട്രീയ കേരളം കലുഷിതമായി. പല രാഷ്ട്രീയ നേതാക്കളും ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് സരിത പരാതി നൽകുകയും ചെയ്തതോടെ കേസ് പുതിയ തലത്തിലേക്കും എത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതികൾ ഉയർന്നു. ഒരു ഭരണകൂടത്തെ ഒന്നാകെ ഉലച്ച കേസിലെ പ്രധാന പ്രതിയായിരുന്നു ബിജു രാധാകൃഷ്ണൻ. 2013 ജൂൺ 17-നായിരുന്നു ബിജു രാധാകൃഷ്ണനെ കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 2013 ഓഗസ്റ്റ് 28-ന് സരിതയെയും ബിജു രാധാകൃഷ്ണനെയും എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 2013 ഒക്ടോബർ 30-ന് സരിത നായരുടെയും ബിജു രാധാകൃഷ്ണന്റെയും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ PA ടെനി ജോപ്പന് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം കുറ്റപത്രവും നൽകി. അങ്ങനെ 2013 നവംബർ 26-ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബിജുവിന്റെ ഒരു തുറന്ന കത്തും എത്തുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സരിതയും മന്ത്രി ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധമെന്ന് ആ കത്തിൽ പരാമർശിക്കുകയും ചെയ്തു. അതോടെ രാഷ്ട്രീയ കേരളം ചേരി തിരിഞ്ഞുകൊണ്ടുള്ള പോരിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നിയമപരമായ നടപടികൾ ഒരു ഭാഗത്ത് തുടരുക തന്നെയായിരുന്നു. അങ്ങനെയാണ് 2020 ഒക്ടോബർ 1-ന് സോളാർ കേസിൽ ബിജു രാധാകൃഷ്ണന് 6 വർഷത്തെ തടവും പിഴയും ശിക്ഷ വിധിച്ചത്. സോളാർ ഉപകരണങ്ങളുടെ വിതരണ അവകാശം വാങ്ങിക്കുവാൻ മുൻ മുഖ്യമന്ത്രിയുടെ വ്യാജ കത്ത് കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലായിരുന്നു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ആ സുപ്രധാന വിധി. 2012-ലെ കേസിൽ 1 വർഷം മുമ്പ് വിചാരണ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. കോടതിയിൽ ബിജു രാധാകൃഷ്ണൻ കുറ്റം സ്വമേധയാ സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് കേസിൽ 4 വർഷത്തിലധികം ജയിലിൽ കഴിഞ്ഞത് പരിഗണിച്ചുകൊണ്ട് ബിജു രാധാകൃഷ്ണന് കോടതി ഇളവും നൽകി. ഇത് മാത്രവുമല്ല ബിജു രാധാകൃഷ്ണന് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. ബിജു രാധാകൃഷ്ണൻ തന്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന കേസിലും ശിക്ഷ അനുഭവിക്കാൻ വിധി വന്നിരുന്ന ആൾ ആണ്. 2006 ഫെബ്രുവരി 4-നായിരുന്നു കൊട്ടാരക്കരയിലെ ബിജുവിന്റെ വീട്ടിലെ കുളിമുറിയിൽ ഭാര്യ രശ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് ഈ കേസ് അന്വേഷിച്ചത്. സോളാർ തട്ടിപ്പ് കേസിൽ കൂട്ടാളിയായിരുന്ന സരിത നായരെ സ്വന്തമാക്കാൻ ഭാര്യ രശ്മിയെ ബിജു രാധാകൃഷ്ണൻ കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. രശ്മിക്ക് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വലിച്ചിഴച്ച് കുളിമുറിയിൽ എത്തിച്ച് ബിജു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ബിജുവിന് ജീവപര്യന്തം തടവും പിഴയും ബിജുവിന്റെ അമ്മ രാജമ്മാളിന് 3 വർഷത്തെ തടവുമായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇരുവരെയും ഹൈക്കോടതി പിന്നീട് വെറുതെ വിട്ടു. ആ ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരായിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്നത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പുമായി ഇതാ രംഗത്തെത്തിയിരിക്കുന്നു. സന്നദ്ധ സംഘടനകൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ബിജുവിന്റെ തട്ടിപ്പ്. ബിജു വർഗീസ് എന്ന പേരിലാണ് ഈ പുതിയ തട്ടിപ്പ്. ന്യൂസ് 18 ബിഗ് ഇൻവെസ്റ്റിഗേഷനിലേക്കാണ് ആദ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.